Hello everyone, welcome to MultiTraits. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ. ഇത് ഇയർ 9 ടോപ്പിക്കാണ്. സോ ഇറ്റ് കംസ് അണ്ടർ ആൾജിബ്ര. നമ്മൾ നേരത്തെ തന്നെ ആൾജിബ്രയെ ഒത്തിരി ലെസൺസ് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡിങ്, ഫാക്ടറൈസിങ്. സോ ഇത് അതിൻ്റെ ഒരു നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് വരും. സോ ഇത് ആദ്യമായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് കാണുന്നെങ്കിൽ ഇത് മനസ്സിലാവുന്നുവെങ്കിൽ നോ വറീസ്, ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസ് കാണുക. സോ ഡെഫിനറ്റ്ലി അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ a + b ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് കാണാം a + b ദ ഹോൾ സ്ക്വയർ. അതിനെ ഞാൻ a + b × a + b. ഇഫ് ഐ ഹവ് റിട്ടൺ ലൈക്ക് 25. If I write 25, I can also write as 5 × 5. Make sense? കാരണം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിനെ ഞാൻ ഇനി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്, a + b × a + b. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത്, so let's have a look. So a × a is a square plus a × b is ab, b × a is also ab plus b square. a square plus ab plus ab എന്ന് പറയുന്നത് എന്താണ്? 2ab. So a square plus 2ab plus b square. ഇത് ചെയ്ത് മനസ്സിലായല്ലോ. എയും കൊണ്ട് ആദ്യം a ചെയ്യുക, അതേ എയും കൊണ്ട് b ചെയ്യുക. അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ബിയെ കൊണ്ട് എ ചെയ്യുക, അഗെയിൻ ബിയും കൊണ്ട് ബി ചെയ്യുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ആരോ വരയ്ക്കുവാണ്, നമ്മൾ തെറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ab + ab എന്ന് പറയുന്നുണ്ട് 2ab, 2ab അല്ലേ? ab 2 ഇവിടെ ഉണ്ട് ab, ഇവിടെ ഒരു 2ab, സോ 2ab. ഇനി a - b സ്ക്വയർ നമുക്ക് നോക്കാം. a - b സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? a - b × a - b. മനസ്സിലായില്ലേ? ഇനി നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. സോ എനെ എന്തുകൊണ്ട് ചെയ്യുന്നു? എ കൊണ്ട് ചെയ്യുന്നു. പിന്നെ എനെ ബിയും കൊണ്ട് ചെയ്യുന്നു. സോ a സ്ക്വയർ, എ ബി എന്ന് പറയുമ്പോൾ ഒരു പ്ലസ് എയും മൈനസ് ബി, അതുകൊണ്ട് എ ബി മൈനസ് ബി എ ഈസ് മൈനസ് ബി എ and plus b square. അപ്പം മൈനസ് എ ബി മൈനസ് ബി എ ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ ബി, സോറി. സോ ലെറ്റ്സ് റൈറ്റ് എ സ്ക്വയർ മൈനസ് 2ab, ബിക്കോസ് വെൻ യു ആഡ് ആൻഡ് ദെൻ യു പുട്ട് ദ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് വരുമ്പം യു ആഡ് ആൻഡ് ദെൻ യു പുട്ട് ദ നെഗറ്റീവ് സൈൻ പ്ലസ് ബി സ്ക്വയർ. So I hope this makes sense to you. Now let's look at ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതിന് നമുക്ക് വേണം ഡോപ്സ്, ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ. ഇനി ഞാനിങ്ങനെ ഒരെണ്ണം തരുമെന്ന് വെച്ചു, a + b × a - b. ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ ഈ ചെയ്ത പോലെ ചെയ്യണം അല്ലേ? അപ്പം a സ്ക്വയർ മൈനസ് ab plus ab or ba plus b square. Minus ab plus b വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്നാ പറ്റുന്നത്? They get cancelled. So what's the final answer? a square minus b square. So that's called difference of perfect squares. Difference of, so ഇവിടെ നോക്കുമ്പം ദ പ്രോഡക്റ്റ്, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് അർത്ഥം ആണല്ലോ. സോ ദ പ്രോഡക്റ്റ് ഓഫ് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ദ സെയിം ടു ടേംസ്, ദ റിസൾട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയർസ്. സോ റിസൾട്ട് വരുമ്പോൾ എന്നാ? ദ ഡിഫറൻസ് ഓഫ്, യു ക്യാൻ, ഡിഫറൻസ് എന്ന് വെച്ചാൽ നെഗറ്റീവ്, ആ ഡിഫറൻസ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നതിന് വേറൊരു വേർഡാണ് ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ. സോ സം, ഇത് ഈ പ്ലസിന് ഇവിടെ പറയുന്നത് സം, ഇവിടെ ഇതിന് പറയുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ സബ്ട്രാക്ഷന് പറയുന്നത് difference. The sum and difference of two
of the same two terms result in the difference of two perfect squares. Alright, നമ്മൾ ഇനി കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ പോവാണ്. I hope this makes sense to you. Let's get started. Moving on. Now I am going to give you a question here. What I would like you to do, x minus 2 square. Okay. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, നിങ്ങൾ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ആൻസർ ചെയ്യാം. ആൻഡ് യു കം ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് യുവർ ആൻസർ. ഓക്കെ. എക്സ് മൈനസ് 2 സ്ക്വയർ ഇതെന്ന് പറയുന്നത് സെയിം ആണ് എ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എ ആയിട്ട് ഇത് ബി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. സോ ഇറ്റ് ഈസ് ലൈക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. സോ എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 and the first term always a, second is always b. x into x, so നമ്മൾ പിന്നെ സെയിം പ്രോപ്പർട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. x into x ഉം എക്സിനെ പിന്നെ ചെയ്യുന്നു. and then we go from here to here. So x square, so that's first x square, then minus 2x, then minus 2x plus minus 2 into minus 2, 4. So what's the final answer? X square minus 4x plus 4. ഇനി വേറൊരു മെത്തേഡോട് ഞാൻ കാണിച്ചു തരാം. സോ ഇതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തല്ലേ, എന്നിട്ട് പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ്. Alternative method ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതിന്. So I am going to write the same x minus 2 the whole square, x minus 2 square. ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. അതേ മെത്തേഡായത് കാണാവുക. അപ്പോൾ എ ഫസ്റ്റെന്ന് എയും രണ്ടാമത്തെ ബിയും ഒക്കെ കൊടുക്കുക. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. സോ എ സ്ക്വയർ ആണ്, അതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. അപ്പോൾ 2x-ഉം 2 മൈനസ് 2 ആണ്, കാണാമല്ലോ. സോ ലെറ്റ് മീ റൈറ്റ് മൈനസ് 2 ഇൻറ്റു 2ab എന്ന് പറയുന്നത് 2 ഇൻറ്റു എ ഇൻറ്റു ബി ആണെന്ന് ഓർത്തണം. 2 ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് 2, മനസ്സിലായല്ലോ. മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2. സോറി, ഇവിടെ മൈനസ് പറയുന്നില്ല, അതുകൊണ്ട് വി ഡോണ്ട് നീഡ് ടു പുട്ട്, സോറി അബൌട്ട് ദാറ്റ്. ലെറ്റ് മീ ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. പിന്നെ എന്താ പറയുന്നത്, മൈനസ്. ഓക്കെ, ഇവിടെ മൈനസ് ഇല്ല, അതുകൊണ്ട് അതേ റൂൾ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. സോ പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4. ബട്ട് ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു വൺ മോർ ടൈം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്, സോ എക്സ് സ്ക്വയർ, പിന്നെ മൈനസ് ഇട്ടു 2 ഇൻറ്റു എ ഇൻറ്റു ബി, 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു 2, അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലസ് 2 ഇൻറ്റു സ്ക്വയർ. സോ എക്സ് സ്ക്വയർ മാറ്റമൊന്നുമില്ല, മൈനസ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. എക്സ് സ്ക്വയർ 2 into 2, 4. So minus 4x. Can you see that? So minus 4x plus 4. And these both answers are the same. Can you see that? X square minus 4x plus 4, x square minus 4x plus 4. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻസർ ഈസ് ഓൾവേസ് ദി സെയിം. ഇനി വേറൊരു നോട് നമുക്കൊന്ന് ചെയ്യാം. 2x plus 3 the whole square. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡിലൊന്ന് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ 2x plus 3 എക്സ്പാൻഡ് ചെയ്യുക അല്ലേ, 2x plus 3. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓക്കെ,
സോ വൈ ഐ ഡു ദിസ് ആരോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒത്തിരി കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരോ ചെയ്യുമ്പോൾ അവർക്ക് അത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം നിങ്ങൾക്കത് ചെയ്യണമെന്നില്ല, ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ചെയ്തില്ലെങ്കിലും ആൻസർ കറക്റ്റായാൽ മതി. സോ 2x ഇൻറ്റു 2x ഈസ് 4x സ്ക്വയർ പ്ലസ് 2x into 3 is 6x plus another 6x from 3 into 2x, 3 into 3, 9. So what's the answer? 4x square plus 12, 6 plus 6, 12x plus 9. So that's your answer. ഇനി നമ്മൾ മറ്റ് എ പ്ലസ് ബി സ്ക്വയറിൻ്റെ മെത്തേഡിലൂടെ ചെയ്യുക. എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 3a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനിയും ഇത് ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾക്ക് അത് നോക്കി തന്നെ ചെയ്യാം. എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ദ ഫസ്റ്റ് ടേം അല്ലേ? ഞാൻ വേറൊരു ഈസി മെത്തേഡോടെ ചെയ്ത് കാണിക്കാം. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2xൻ്റെ സ്ക്വയറാണ്. 2xൻ്റെ സ്ക്വയർ എത്രയാണ്? 4x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12. So what's the answer? 12x പ്ലസ് ബി സ്ക്വയർ 3 ഇൻറ്റു 3 9. Make sense? So easy. You just need to make sure എയും ബിയും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റൂൾ ഓർത്തിരുന്നാൽ നമുക്ക് സ്റ്റെപ്സ് ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അത് എയും ബിയും എപ്പോഴും ഓർത്തോണ്ട്. ഇത് അഡീഷനാണ്. 6 + 6 കാണത്തില്ലേ 12, ഇത് ടൈംസ് 3 ഇൻറ്റു 3 9. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഇത് ടൈംസ്, അത് അഡീഷൻ. So that makes sense hopefully. So this is the basic rule of how to find the perfect squares and difference of perfect squares. And ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ എക്സസൈസസ് ഒക്കെ ചെയ്യാം. So meantime, give this a go. And I do have a request. Please subscribe to our channel if you haven't already done it. Thank you to those who have already subscribed, and I do request you to subscribe to our channel. 95% of my viewers have not subscribed, so it will really help. Please do subscribe. Thank you.